സമയത്ത് ആസിഫ് അലി ഇത് തന്നിട്ട് ഡിസപ്പിയർ ആയി അവിടുന്ന്. ഒരു താല്പര്യവുമില്ലാതെ ആസിഫിന്റെ മുഖത്ത് പോലും നോക്കാതെ പുരസ്കാരം വാങ്ങിയ രമേശ് എന്താണോ ഇങ്ങനെ വിളിക്കുന്നത്? ഇതിലെന്താ തീർത്ഥം വെച്ചിട്ടുണ്ട് കഴുത മോറ? ശരിക്കും പൊതുവേദിയിൽ ഇത്രയും വലിയൊരു നടനെ അപമാനിക്കുന്ന നിലയിലേക്ക് പെരുമാറി കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു. എനിക്ക് രണ്ടുപേരും ഒരുമിച്ച് തരണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോ സാറ് തീരുമാനിച്ചു കഴിഞ്ഞു? അതെ. മതി കുറെ നേരമല്ലോ തുടങ്ങിയിട്ട്. ആസിഫ് അലിക്ക് തോന്നി കാണും, ചിലപ്പോൾ ആസിഫ് അലി ഞാൻ മൈൻഡ് ചെയ്തില്ല. തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്, താ ഒരു പുല്ലുമല്ല. ഇടിവെട്ടിവന്റെ തല പാമ്പ് കടിച്ചോടാ. ചിന്നക്കട ജംഗ്ഷനിൽ വെച്ച് ഒരു 7-7:30 ആയി കാണും. ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് ഞാൻ പറഞ്ഞതാ. അനൗൺസ് ചെയ്തതിന്റെ ഭാഗമായി എഴുന്നേറ്റ് വന്ന ആസിഫ് അലിയെ അദ്ദേഹം തിരിഞ്ഞു നോക്കുന്നു പോലുമില്ല. മനുഷ്യനാവണം ആദ്യം, എന്നിട്ടുണ്ടാക്ക് നിലയും വിലയും. അതൊന്നും സൂത്രത്തിൽ ഉണ്ടാക്കല്ല വേണ്ടത്, സ്വയം ഉണ്ടാവട്ടെ, അതാ കഴിവ്. ശ്രീ രമേശ് നാരായണൻ സാറിന് ആസിഫ് അലി ഈ ഒരു പുരസ്കാരം നൽകിയിരിക്കുകയാണ്. ജയരാജ് സാറിന്റെ സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അദ്ദേഹമാണ്. ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ശ്രീ രമേശ് നാരായണൻ. ഇത്ര അഹങ്കാരം പാടില്ലടാ. നീ തീർന്നടാ, നീ തീർന്നു.